ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അടിപൊളി നൈറ്റി മെറ്റീരിയൽസ് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് കോട്ടൺ മിക്സ് ആണ്. ഇത് തയ്ച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മെറ്റീരിയൽസ് ആണ്. നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത്. സ്വന്തമായിട്ട് തയ്ച്ചു പഠിക്കുകയും സ്വന്തമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ചിലർക്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ തയ്ച്ച അളവൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പുറത്തൊക്കെ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല മെറ്റീരിയൽസ് വേറെയുണ്ട്, അത് നമ്മൾ എടുക്കണം. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്ത് പഠിക്കാനാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ചെയ്ത് പഠിക്കാനൊക്കെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് നല്ല ഡിസൈനൊക്കെ ചെയ്ത് ഒന്ന് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഫ്ലവറിൻ്റെ ഫുള്ള് ഡിസൈൻ വരുന്ന ഒരു വയലറ്റ് കളർ ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ ഇത് കോട്ടൺ മിക്സാണ്, പ്യുവർ കോട്ടൺ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം തളർന്ന് കിടക്കുന്ന ഒരു തുണിയല്ല. കുറച്ച് ഒരു കൊള്ളാം, നല്ലതാണ് മെറ്റീരിയൽ. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. ഇതിൽ ആഷിൽ ഇതുപോലെ ഇങ്ങനെ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 3 കളർ ഷെയ്ഡാണ് ഉള്ളത്. ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 129 രൂപയും റീറ്റെയിൽ പ്രൈസ് വരുന്നത് 139 രൂപയായിരിക്കും. അടുത്ത് വരുന്നത് ഷിവാനിയുടെയാണ്. ഷിവാനിയുടെ ഇതുപോലെ സ്ട്രൈപ്സ് ആയിട്ടുള്ള ഡിസൈന്, അതിൻ്റെ ഇടയ്ക്ക് പൂക്കൾ വന്നിട്ടുണ്ട്. അടുത്തത് ഇത് ഫുൾ പൂക്കളായിട്ട് വരുന്ന ഒരു പെയറായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പെയറായിട്ട് എടുക്കാവുന്നതാണ്. ടോപ്പ് ആൻഡ് ബോട്ടം തയ്ക്കാനായിട്ട് നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റാണ്. ഞാൻ ഇതിൻ്റെ ഒരെണ്ണം തയ്ച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട്. വാഷിംഗ് മെഷീനിലാണ് അലക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു കുഴപ്പവും ഇല്ല, നല്ല സുഖമാണ് ഇടാനായിട്ട്. അധികം കട്ടിയില്ല. അത് ചൂട് സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ തയ്ച്ചു പഠിക്കാനുള്ളവർക്കാണെങ്കിലും തയ്ച്ചു പഠിക്കുകയും സ്വന്തമായിട്ട് യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ നല്ലതാണ്. ഇത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് 139 രൂപയെ, റീറ്റെയിൽ പ്രൈസ് വരുന്നത് 149 രൂപയായിരിക്കും. പിന്നെ GSM എന്ന് പറയുന്നത് തുണിയുടെ കട്ടിയാണ് കേട്ടോ. തുണിക്ക് കട്ടി അല്പം കുറവുള്ള മെറ്റീരിയലാണിത്. റേറ്റ് അനുസരിച്ച് തുണിയുടെ കട്ടിക്ക് വേരിയേഷൻസും ഉണ്ടാവും. എന്ന് വെച്ച് മോശമായ തുണിയൊന്നുമല്ല, കളർ പോവുകയോ ചുരുങ്ങോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല മെറ്റീരിയലാണ്. പിന്നെ ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ അതനുസരിച്ച് റേറ്റ് കുറച്ച് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഒരുപാട് റേറ്റ് കൂട്ടി കൊടുക്കരുത്. കാരണം തുണിയുടെ കട്ടി വെച്ചിട്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് റേറ്റ് കൂടിയ തുണിയല്ല എന്നുള്ളത്. അപ്പോൾ വില അനുസരിച്ചിട്ട് നിങ്ങൾ സെയിൽ ചെയ്യുക. അടുത്ത അതിൻ്റെ റെഡ് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. പെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. നമ്മളിതിപ്പോൾ പെയറായിട്ട് എടുക്കണമെന്ന് നിർബന്ധം പറയാറില്ല. ചില മെറ്റീരിയൽസൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെക്കും, പെയറായിട്ട് തന്നെ. കാരണം ചിലർക്ക് പെയറായിട്ട് തന്നെ വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ആദ്യമേ അങ്ങനെ വെച്ചില്ലെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് സെയിലായി പോകും. അതുകൊണ്ടാണ് ഞാൻ പെയറായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 3 കളർ ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത്. മസ്റ്റാർഡ് യെല്ലോ, റെഡ്, പിന്നെ ബ്ലൂ. അപ്പോൾ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത വന്നിരിക്കുന്നത് ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല സൂപ്പർ മെറ്റീരിയലാണ്. നോക്കിയാൽ തന്നെ അറിയാം, നല്ല കളറാണ്. ഇതും നിങ്ങൾക്ക് പെയറായിട്ട് എടുക്കാവുന്നതാണ്. ഇത് നല്ലൊരു ഗ്രീൻ കളറാണ്. അതിൻ്റെ ആ ഒരു ഡിസൈൻ ഇതിൽ ബ്ലാക്കിൽ ഗ്രീനും വൈറ്റും വന്നൊരു ഫെദർ ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. 2 മെറ്റീരിയലും കൂടെ ടോപ്പ് ആൻഡ് ബോട്ടം തയ്ക്കാനും മിക്സ് നൈറ്റി തയ്ക്കാനും. നൈറ്റിയേക്കാളിലും എനിക്ക് തോന്നുന്നു ചുരിദാർ ടോപ്പും ബോട്ടവും തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് നെക്കിനൊക്കെ ഡിസൈൻ വെച്ച് തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. അടുത്ത വന്നിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൂ ആണ്. ബ്ലൂവും നല്ല രസമുണ്ട് കേട്ടോ. ബ്ലൂവും നേവി ബ്ലൂവും കൂടെ മിക്സാണ് കളർ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ ചെറിയ ഇതിൻ്റെ ആ ഒരു കളർ ഒരു ഫെദർ ഇത് കൊടുക്കും. പിന്നെ ഒരെണ്ണം വൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മിക്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് കാറ്റലോഗിൽ നോക്കുമ്പോൾ കാണാം. അടുത്ത് വന്നിരിക്കുന്നത് ഇതേപോലെ, ഇത് റെഡ് അല്ല കേട്ടോ, ഇതൊരു ലൈറ്റ് പീച്ച്. നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ ഒരുപാട് ഡാർക്ക് കളർ മിക്സായ എങ്ങനെയായിരിക്കും ആ ഒരു കളർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മെറൂണിൽ ആ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതിൻ്റെ തന്നെയാണ് അടുത്ത മറ്റേ പീസും വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ്. അതും ഒരു വ്യത്യസ്തമായ കളറാണ്. അപ്പോൾ ഇത്രയാണ് 3 പെയറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പെയറായിട്ട് വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ സിംഗിളായിട്ട് വേണമെങ്കിലും എടുക്കാം. കാരണം ഇത് സിംഗിളായിട്ടാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ചിലത് അങ്ങനെ സിംഗിളായിട്ട് എടുത്താൽ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. അത് അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ പെയറായിട്ട് വെക്കാറുണ്ട്. പിന്നെ ഒറ്റ കളർ തുണിയാണ് നമ്മൾ ഇനി എടുത്തിരിക്കുന്നത്. നേവി ബ്ലൂ ആണ്. പിന്നെ ഇത് കോഫി ബ്രൗണ്. കളർ അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കളർ പറയണം കേട്ടോ. ഫോട്ടോ മാത്രം അയച്ചാൽ പോരാ, കളർ പറയണം. എനിക്ക് വീഡിയോയിൽ ഇത് ഡൗട്ട് തോന്നും ഏതാണെന്നുള്ളത്. എല്ലാ കളറും ഉണ്ട് കാറ്റലോഗിൽ, നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്രാവശ്യം ഡാർക്ക് കളേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ലൈറ്റ് കളേഴ്സ് അങ്ങനെ വന്നിട്ടില്ല. ഇത് ആഷും ബ്ലൂവും കൂടെ ഒരു മിക്സ് ഒരു കളർ വരുന്നുണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ബ്ലാക്ക് വന്നത്.
നമ്മൾ ഇതുവരെ അങ്ങനെ ബ്ലാക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടം തയ്ക്കാനായിട്ടൊക്കെ ബ്ലാക്ക് കൊണ്ടുവരുമെന്ന്. അപ്പോൾ പ്രശ്നം നമ്മൾ ബ്ലാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രീനാണ്. അപ്പോൾ ഇത് എല്ലാം ഡാർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊരു കാക്കി കളർന്ന് വേണമെങ്കിൽ പറയാം. മസ്റ്റാർഡ് യെല്ലോ കളറും ഒരു ബ്രൗൺ ഇതിനകത്ത് മിക്സ് ചെയ്ത പോലെ ഏകദേശം ഒരു കാക്കി കളർ തന്നെ. അപ്പോൾ ഇത്ര മെറ്റീരിയലാണ്. ഇത്രയും ഡാർക്ക് ഷെയ്ഡ്സ് മാത്രമാണ് ഇപ്രാവശ്യം ഒറ്റ കളറിൻ്റെ വന്നിരിക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും എനിക്ക് കിട്ടിയതാണ് ഞാൻ കൊണ്ടുവന്നത്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ അടുത്ത് കളേഴ്സ് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇത് വേണ്ടവർ കാറ്റലോഗിൽ നോക്കുക. കളേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ കളറ് പറഞ്ഞ് എടുക്കുക. അടുത്ത ഇനി നമുക്ക് 320 മെറ്റീരിയൽ കാണാം. 320 ഇപ്രാവശ്യം ഇതേപോലത്തെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. മസ്റ്റാർഡ് യെല്ലോയിൽ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട്. അതിൻ്റെ ബോട്ടമായിട്ട് വരുന്നത് ബ്ലാക്ക് ആണിത് കേട്ടോ. ബ്ലാക്കിൽ ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഡോട്ട്സ് ആണ് ഫുള്ള് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടോപ്പും ബോട്ടുമായിട്ട് പെയറായിട്ട് ചെയ്യാനായിട്ട് നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയറായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. മിക്സായിട്ട് നൈറ്റിയൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അടുത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റെഡ് കളറാണ്. റെഡിൽ ഗ്രീൻ മിക്സ്. ഇതിനകത്ത് ഇങ്ങനെ എല്ലാത്തിലും ഗ്രീൻ പോലെ ചെറിയൊരു ഡിസൈൻ ഉണ്ട്. ഇതും ബ്ലാക്കിൽ എല്ലാം ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. ഡോട്ട്സ് വരുന്നതിൻ്റെ തുണിയെല്ലാം ബ്ലാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ബ്ലൂ ആണ്. ബ്ലൂവിൽ ഒരു ഗ്രീൻ ലൈൻസ് പോലെ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതിൻ്റെ ബോട്ടവും പെയർ വരുന്നത് ബ്ലാക്കിൽ ബ്ലൂ ഡോട്ട്സ്. ഇത് മജന്തയാണ്. ഇത് ബ്ലാക്കിൽ മജന്ത ഡോട്ട്സ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഫോട്ടോസ് നിങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് കാറ്റലോഗിൽ നോക്കിയാൽ മതി. എങ്കിലും അടുത്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഭംഗി അറിയത്തുള്ളൂ. അപ്പോൾ ഇതാ ഇത്രയാണ് ഉള്ളത്. പെയറായിട്ട് വേണ്ടവർ പറയുക. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. ഇത് പെട്ടെന്ന് സെയിലായി പോകുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പെയറായിട്ടൊക്കെ തയ്ച്ചാൽ ബ്ലാക്ക് കൂടെ ആയതുകൊണ്ടേ മിക്കവർക്കും ഇഷ്ടമാണ് ബ്ലാക്ക് വരുന്നത്. അപ്പോൾ ഇത് വേണ്ടവർ പെയറായിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് സെയിലായി പോകും. ചിലപ്പം പെയറായിട്ട് പോവില്ല, സിംഗിളായിട്ട് പോകും. പിന്നെ പെയർ ചോദിക്കുമ്പോൾ കിട്ടത്തുമില്ല. അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്യുക. അടുത്ത ഇനി നമുക്ക് 320 തന്നെ ഒരു മെറ്റീരിയലും കൂടെ ഉണ്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ സ്റ്റൈൽ നൈറ്റീസ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസാണെന്ന് പറഞ്ഞാണ് ഷോപ്പുകാർ നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. പക്ഷേ കൊള്ളാം, നല്ല കട്ടിയുണ്ട്. സാധാരണ 320 മെറ്റീരിയലിനെക്കാട്ടിലും കുറച്ചുകൂടെ കട്ടി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വലിയ റേറ്റ് വ്യത്യാസമില്ല. 320 നമ്മൾ സാധാരണ ഹോൾസെയിൽ 172 കൊടുക്കുന്നത്. ഇത് 174 2 രൂപയും കൂടെ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ആ കളറും പ്രിൻറ്റും എല്ലാം നല്ല എടുപ്പുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇഷ്ടപ്പെടും. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഒന്ന് മെറൂണാണ്, പിന്നെ ബ്ലൂ, പിന്നെ ഇതുപോലെ മസ്റ്റാർഡ് യെല്ലോ. ഈ ഒരു കളറാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചത്. അടുത്ത് വരുന്നത് നേവി ബ്ലൂ ആണ്. പിന്നെ വരുന്നത് അതിൻ്റെ റെഡ് കളർ ഷെയ്ഡാണ്. കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ ഡിസൈനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡിസൈൻ ഞാൻ എടുത്ത് കാണിക്കാം. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഓരോന്നിലും വ്യത്യസ്തമായ ഡിസൈൻസാണ്. ഈ 3 പച്ചയും പിന്നത്തേന് 2 വേറൊരു കളറൂടെ മിക്സ് വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒറ്റ നോട്ടത്തിൽ അങ്ങനെ അറിയത്തൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ കമൻറ്റ് അയക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഹീയോ എന്തെങ്കിലും ഇട്ടാൽ മതി. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് മെസ്സേജ് വരും. അതിൽ തന്നെ താഴെ കാറ്റലോഗും ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കാറ്റലോഗിൽ പോകാം, സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ കാർട്ടിലേക്കൊന്നും ആഡ് ചെയ്യേണ്ട, സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചാൽ മതി. അതാണ് കുറച്ചുകൂടി എളുപ്പം. കാർട്ടിലേക്കൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ചിലപ്പോൾ അത് ഡിലീറ്റ് ആയി പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് തന്നെ അയക്കാനായിട്ട് എല്ലാവരോടും പറയുന്നത്. പിന്നെ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ബില്ല് അയക്കും. 15 മിനിറ്റിനുള്ളിൽ നമ്മൾ പേ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. പിന്നെ ചിലർ എടുത്ത് വെക്കാനായിട്ട് പറയും മെറ്റീരിയൽസ്. നമ്മൾ അഡ്വാൻസ് പേ ചെയ്യുവാണെങ്കിൽ നമ്മൾ എടുത്ത് വെക്കും. ഇപ്പം 3 ദിവസം 4 ദിവസത്തേക്ക് എടുത്ത് വെക്കണം, ബാക്കി എമൗണ്ട് പിന്നീട് പേ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ അഡ്വാൻസ് നമ്മൾ പിന്നെ തിരിച്ചു തരത്തില്ല, ക്യാൻസലാക്കാനും പറ്റത്തില്ല. ക്യാൻസലാക്കിയാൽ പൈസ നമ്മൾ തിരിച്ചു തരത്തില്ല. കാരണം അത്രയും ദിവസം നമ്മുടെ സെയിലാണ് നഷ്ടമാവുന്നത്. അതുകൊണ്ടാണ്. വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട്, അതും ഇതിൻ്റെ കൂടെ വാങ്ങാവുന്നതാണ്. അപ്പോൾ പോസ്റ്റൽ ചാർജിൽ ചെറിയൊരു ഡിഫറൻസ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.